ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് സംസാരിക്കാൻ വേണ്ടി പോകുന്ന പ്രധാനപ്പെട്ട 3 ടോപ്പിക്കാണ്. ആദ്യം പൈ നെറ്റ്വർക്കിനെ കുറിച്ച് പറയുന്നതായിരിക്കും. അടുത്ത് പോളിഗൺ എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റിനെ കുറിച്ച്, മാറ്റിക്കിനെ കുറിച്ച് സംസാരിക്കുന്നതായിരിക്കും. അടുത്ത് ക്രിപ്റ്റോ മാർക്കറ്റ് അനാലിസിസ് പറയുന്നതായിരിക്കും. അതുപോലെ തന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ഇന്ത്യൻ എക്സ്ചേഞ്ച്, ഇൻ്റർനാഷണൽ എക്സ്ചേഞ്ചിൻ്റെ ലിങ്ക് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. പൈ നെറ്റ്വർക്കിനെ കുറിച്ച് ഞാൻ ആൾറെഡി 2 വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇത് 3ാമത്തെ വീഡിയോ ആണ്. ഈ വീഡിയോയ്ക്കകത്ത് ഞാൻ പറയുന്നത് എന്താണെന്ന് കേട്ട് കഴിഞ്ഞാൽ, ഏകദേശം നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും പൈയുടെ പ്രൈസ് ഇപ്പോൾ 0.75 ആണ്. ഓക്കെ, ഞാൻ നേരത്തെ എൻ്റെ ഒരു അഭിപ്രായം 2 വീഡിയോയ്ക്കകത്തും വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ബിറ്റ്കോയിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം 84,549 ആണ്. ഈ ഒരു പോയിന്റിൽ നിന്ന് നമ്മുടെ ബിറ്റ്കോയിൻ്റെ പ്രൈസ് എന്ന് പറയുന്ന പുതിയ ഹൈയിലോട്ട് ഏകദേശം ഒരു 1,20,000 അല്ലെങ്കിൽ 1,10,000 USD റേഞ്ചിലോട്ടൊക്കെ പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും മാർക്കറ്റ് മൊത്തത്തിൽ ഒന്ന് ഹൈയിലോട്ട് പോകുന്നതായിരിക്കും. അതനുസരിച്ച് പൈയുടെ പ്രൈസ് എന്ന് പറയുന്ന വീണ്ടും ഒരു ഹൈയിലോട്ട് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, അതായത് 0.75 നിന്ന് വീണ്ടും ഒരു ഹൈയിലോട്ട് പോകുന്നതായിരിക്കും. പക്ഷേ ക്രിപ്റ്റോ മാർക്കറ്റ്, നമ്മുടെ ബിറ്റ്കോയിൻ്റെ പ്രൈസ് ക്രാഷ് എന്ന രീതിയിലോട്ടാണ് വീഴുന്നതെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ പൈയുടെ പ്രൈസും അതനുസരിച്ച് ഡൗൺ ആകുന്നതായിരിക്കും. ഏകദേശം 0.75 എന്ന് പറയുന്ന ഡൗൺ എന്ന രീതിയിൽ 0.25 വേണമെങ്കിലും പോകാം. ഓക്കെ, മാർക്കറ്റ് എത്രത്തോളം ബിറ്റ്കോയിൻ്റെ പ്രൈസ് ക്രാഷ് ആകുന്നോ അതനുസരിച്ച് ഡൗൺ എന്ന രീതി എല്ലാ ആൾട്ട് കോയിൻസും പോകുന്നതായിരിക്കും. അതിനോടൊപ്പം പൈയുടെ പ്രൈസും പോകുന്നതായിരിക്കും. എന്നാൽ പോസിറ്റീവ് എന്ന രീതി മാർക്കറ്റ് ഹൈ എന്ന ട്രെൻഡിലോട്ട് പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും പൈയുടെ പ്രൈസ് വീണ്ടും പുതിയൊരു ഹൈയിലോട്ട് പോകുന്നതായിരിക്കും. നേരത്തെ ടോപ്പായിട്ടുള്ള ഹൈ എന്ന് പറയുന്നത് $3 ഞാൻ എൻ്റെ മുമ്പുള്ള വീഡിയോ പറഞ്ഞിട്ടുണ്ട്. ട്രെൻഡ് അന്നത്തെ ഒരു സമയം എന്ന് പറയുന്ന $3 വന്ന ടൈം, അതിന് മുമ്പേ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു $1.5 ഉണ്ടായിരുന്ന ടൈം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബിറ്റ്കോയിൻ്റെ പ്രൈസ് ആ ഒരു ടൈം ഹൈ എന്ന രീതിയിൽ പുതുതായിട്ട് പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും $10 വരെ ബ്രേക്ക് ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് എൻ്റെ വീഡിയോയ്ക്കകത്ത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേ കാര്യം തന്നെയാണ് പറയുന്നത്. വീണ്ടും മാർക്കറ്റ് ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഹൈ എന്ന രീതിയിലോട്ട് പുതിയൊരു ഹൈ വരികയാണ്, ക്രിപ്റ്റോ മൊത്തത്തിൽ ഒരു ബുൾ എന്ന രീതി വരികയാണെങ്കിൽ പൈയുടെ പ്രൈസ് ഉറപ്പായിട്ട് ഹൈ ആകുന്നതായിരിക്കും. അതുകൊണ്ട് റിസ്ക് എടുക്കുന്നത് നിങ്ങളുടെ തീരുമാനമാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഒരു മാർക്കറ്റ് അനാലിസിസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് താല്പര്യമുള്ളവർക്ക് ബൈ ചെയ്യാം. ഓക്കെ, ബൈ ചെയ്യണോ വേണ്ടയോ അത് നിങ്ങളുടെ തീരുമാനമാണ്. ഇനി ബിറ്റ്കോയിൻ്റെ പ്രൈസിനനുസരിച്ച്, മാർക്കറ്റ് കണ്ടീഷൻ അനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ പൈയുടെ പ്രൈസ് അപ്പ് ആവണോ ഡൗൺ ആകണോ എന്ന് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് താല്പര്യമുള്ളവർക്ക് ട്രൈ ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത് പറയാൻ വേണ്ടി പോകുന്നത് പലരും കേട്ടൊരു പ്രോജക്റ്റാണ്. അതായത് മുമ്പ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആവട്ടെ, നല്ലൊരു ഇൻവെസ്റ്റർ ആവട്ടെ, അവരുടെ കയ്യിലെല്ലാം ഉറപ്പായിട്ടും ഉണ്ടായിരിക്കേണ്ട ഒരു പ്രോജക്റ്റാണ് പോളിഗൺ അല്ലെങ്കിൽ മാറ്റിക് എന്ന് പറയുന്ന പ്രോജക്റ്റ്. പോളിഗൺ അല്ലെങ്കിൽ മാറ്റിക് എന്ന് പറയുന്ന പ്രോജക്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. പലർക്കും നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടിയ ഒരു പ്രോജക്റ്റാണ്. വളരെ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് കൂടിയാണ് പോളിഗൺ അല്ലെങ്കിൽ മാറ്റിക് എന്ന് പറയുന്നത്. അവർ മുമ്പ് മാറ്റിക് എന്നായിരുന്നു, പിന്നെ അവർ പേര് ചേഞ്ച് ചെയ്ത് പോളിഗൺ എന്ന രീതിയിലോട്ട് ചേഞ്ച് ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പോളിഗൺ എന്ന് മാറ്റിക് എന്ന വീഡിയോയ്ക്കകത്ത് പറയുന്നത്. ഇപ്പോഴത്തെ അവരുടെ അവസ്ഥ എന്ന് പറയുന്നത്, അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം വളരെ വളരെ ഡൗൺ ആണ്. ഏകദേശം 0.18 ആണ്. ഓക്കെ, 0.18 USD ഇവരുടെ പെർഫോമൻസ് എന്ന് പറയുന്നത് ഏകദേശം നമ്മുടെ 2024 2024 ഓഗസ്റ്റ് മാസത്തിന് ശേഷമാണ് അവർ മൊത്തത്തിൽ ഒന്ന് മാർക്കറ്റ് ക്രാഷ് എന്ന രീതിയിലോട്ട് വീണത്. പക്ഷേ ഡൗൺ എന്ന രീതിയിൽ വന്നിട്ട് അവർ വീണ്ടും ഹൈയിലോട്ട് പോയെങ്കിലും ഞാൻ പോളിഗൺ എപ്പോഴും പറയുന്നത്, നിങ്ങൾക്ക് ഞാൻ മുമ്പ് എൻ്റെ പോർട്ട്ഫോളിയോയിൽ ഞാൻ ഉറപ്പായിട്ടും പറയുന്ന പ്രോജക്റ്റ് പോളിഗൺ അല്ലെങ്കിൽ മാറ്റിക് ആണ്. പിന്നെ ഞാൻ പറഞ്ഞു അതിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ച് ഞാൻ മുമ്പ് എന്നെ വീഡിയോ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, എന്തുകൊണ്ടാണെന്ന് കേട്ട് കഴിഞ്ഞാൽ, ഞാൻ അന്ന് പോർട്ട്ഫോളിയോ ഒന്ന് ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞതിന് ഏറ്റവും വലിയ കാരണം എന്താണെന്ന് കേട്ട് കഴിഞ്ഞാൽ, നമ്മുടെ ബൈനാൻസ് എക്സ്ചേഞ്ചിൻ്റെ അകത്ത് അവർ തന്നെ ഡീലിസ്റ്റുമായി ബന്ധപ്പെട്ട ഒരു ആർട്ടിക്കിൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി വായിച്ചു നോക്കാവുന്നതാണ്. ബൈനാൻസ് എക്സ്ചേഞ്ച് ഡീലിസ്റ്റ് പോളിഗൺ മാറ്റിക് ഫ്രം സ്പോട്ട് മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ട് അവർ തന്നെ ഒരു ആർട്ടിക്കിൾ വ്യക്തമായിട്ട് അതിൻ്റെ അകത്ത് ഡീറ്റെയിൽസ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. എന്താണ് റീസൺസ്, അവരുടെ ഫ്യൂച്ചറായിട്ടുള്ള പ്ലാൻസ് എന്താണ്. ഇങ്ങനെ ഒരു ആർട്ടിക്കിൾ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ബൈനാൻസ് എക്സ്ചേഞ്ചിൻ്റെ അകത്ത് ഒരു ഡീലിസ്റ്റുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് അവർ എന്തെങ്കിലും ഒരു പ്രോജക്റ്റിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ മറ്റുള്ള എക്സ്ചേഞ്ചിൽ അതിൻ്റെ പ്രൈസ്, അതുപോലെ തന്നെ മൊത്തത്തിൽ അതിൻ്റെ പ്രൈസിനെ ഏതൊരു പ്രോജക്റ്റ് ആയിരുന്നാലും ബാധിക്കുന്നതായിരിക്കും. നെഗറ്റീവാണ് പറയുന്നതെങ്കിൽ നെഗറ്റീവായിട്ട്. പക്ഷേ ബൈനാൻസ് ഒരു പോസിറ്റീവായിട്ടാണ് ഏതെങ്കിലും ഒരു പ്രോജക്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പെട്ടെന്ന് ഹൈ ആവാനുള്ള ചാൻസും, അതായത് ഏതെങ്കിലും ഒരു പ്രോജക്റ്റ് ഒന്ന് ലിസ്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഹൈ എന്ന രീതിയിലോട്ട് ചേഞ്ച് ആവാനുള്ള സാധ്യതയും കൂടുതലാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. കണ്ടോ, ബൈനാൻസ് തന്നെ അവരുടെ ഒരു ആർട്ടിക്കിൾ ഏകദേശം സെപ്റ്റംബർ 2024 5 വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ പോയിട്ട് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൻ്റെ അകത്ത് കയറിയിട്ട് വേണമെങ്കിൽ നോക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ബൈനാൻസ് ഡീലിസ്റ്റ് പോളിഗൺ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗൂഗിൾ സെർച്ച് ചെയ്താൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ധാരാളം ആർട്ടിക്കിൾസ് കിട്ടുന്നതായിരിക്കും. ആ ഒരു നെഗറ്റീവ് ഷെയ്ഡ് വന്നതിന് ശേഷമാണ് കണ്ടോ മാർക്കറ്റ് മൊത്തത്തിൽ
ഡൗൺ എന്ന രീതിയിൽ മാറ്റിക്കിൻ്റെ പ്രൈസ് വീണുകൊണ്ടിരിക്കുന്നത്. ഇനി പലർക്കുള്ള സംശയമാണ്, ഈ ഒരു പ്രൈസിൽ വന്നിട്ട് നമ്മുടെ എക്സ്ചേഞ്ചിൽ നിന്ന് ബൈ ചെയ്യാമോ? ബൈ ചെയ്താലുള്ള റിസ്ക് എന്താണെന്ന് കേട്ട് കഴിഞ്ഞാൽ എല്ലാവരും പറയുന്നത്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ അകത്ത് നമ്മുടെ കോയിൻ മാർക്കറ്റ് ക്യാപ്പിൻ്റെ സൈഡിൽ പോയിട്ട് ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് നോക്കിയാൽ ഈ ഒഫീഷ്യലായിട്ട് അല്ലാതെ അൺഒഫീഷ്യലായിട്ടും പല ആൾക്കാരുടെയും കമൻറ്റ് നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, 2025 ഇത് ഹൈ ആകും, ഇപ്പോഴും ബൈ ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് ടൈമാണ്. ഇങ്ങനെ പലരും പോസിറ്റീവായിട്ടാണ് കൂടുതൽ എഴുതിയിട്ടുള്ളത്. ഏകദേശം $1 പോകുന്നതായിരിക്കും. ഇങ്ങനെയുള്ള പല ആർട്ടിക്കിൾസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇനി ബിറ്റ്കോയിൻ്റെ പ്രൈസ് മാർക്കറ്റ് ഡൗൺ എന്ന രീതിയിലോട്ടാണ്, മൊത്തത്തിൽ ക്രാഷ് എന്ന രീതിയിലോട്ടാണ് പോകുന്നതെങ്കിൽ ഉറപ്പായിട്ടും പോളിഗണിൻ്റെ പ്രൈസും 0.18 നിന്നും വീണ്ടും 0.03 വരെ വേണമെങ്കിലും വരാം. പക്ഷേ നമ്മുടെ ബിറ്റ്കോയിൻ ആവട്ടെ ആൾട്ട് കോയിൻസിൻ്റെ പ്രൈസ് ഹൈ എന്ന രീതിയിലോട്ടൊരു ബുൾ എന്ന രീതിയിലോട്ടാണ് ചേഞ്ച് ആകുന്നതെങ്കിൽ ഉറപ്പായിട്ടും 0.18 നിന്നും വീണ്ടും ഹൈയിലോട്ട് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. പക്ഷേ കമ്പയർ ചെയ്യുമ്പോൾ റിസ്ക് ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പോളിഗൻ്റെ അകത്ത് ഇപ്പം മൊത്തം റിസ്ക് ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെയധികം റിസ്ക് കൂടുതലാണ്. പക്ഷേ അവരുടെ ഒരു പോളിഗൻ്റെ എക്കോസിസ്റ്റം, അവരുടെ ഒരു ടീം ബിൽഡപ്പ്, അതുപോലെ തന്നെ മാനേജ്മെൻറ്റിനൊക്കെ പലരും വിശ്വസിക്കുന്നുണ്ട്. അവർ നല്ല രീതിയിൽ കംബാക്ക് ആയിട്ട് നല്ല രീതിയിൽ ശക്തമായിട്ട് തിരികെ വരും എന്ന് പലരും പ്രതീക്ഷിക്കുന്നുണ്ട്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ബൈ ചെയ്യാം. പക്ഷേ റിസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിറ്റ്കോയിൻ്റെ പ്രൈസ് വീണ്ടും ക്രാഷിലോട്ട് പോയി കഴിഞ്ഞാൽ 0.18 നിന്നും വീണ്ടും ഡൗണിലോട്ട് പോകുന്നതായിരിക്കും. ഓക്കെ, അതാണ് അവിടുത്തെ റിസ്ക് എന്ന് പറയുന്നത്. പക്ഷേ ഹൈ എന്ന രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്ര വലിയ പ്രോഫിറ്റ് എന്ന രീതിയിൽ വരില്ല. പക്ഷേ ഇനി എന്തെങ്കിലും ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു പോസിറ്റീവായിട്ടുള്ള കാര്യം സംഭവിക്കുകയാണെങ്കിൽ 0.18 എന്നുള്ളത് ചിലപ്പോൾ $1 വരെ ആണെങ്കിൽ ഹൈ എന്ന രീതിയിലോട്ട് പോകാം. ഓക്കെ, അതാണ് പോസിറ്റീവ് എന്ന് പറയുന്നത്. ഇനി എൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യത്തിൽ അഭിപ്രായത്തിൽ എന്താണ്, ഞാൻ ബൈ ചെയ്യുന്നുണ്ടോ എന്ന് കേട്ട് കഴിഞ്ഞാൽ ഞാൻ ബൈ ചെയ്യില്ല. കാരണം എന്തുകൊണ്ടാണെന്ന് കേട്ട് കഴിഞ്ഞാൽ ഇപ്പം പോളിഗണിൽ ഞാൻ ഇത്രയും റിസ്ക് എടുത്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാളും എനിക്ക് ബെറ്റർ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി ആയിട്ടുള്ള പ്രോജക്റ്റ് ധാരാളം ക്രിപ്റ്റോയിലുണ്ട്. അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും എനിക്ക് കുറച്ചുകൂടി കംഫർട്ട് ആയതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് ചിന്തിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പോളിഗൺ ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ താല്പര്യമുള്ളവർക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്യാം. നിങ്ങളുടെ മൈൻഡ് സെറ്റ്, നിങ്ങളുടെ മാർക്കറ്റ് അനാലിസിസ് അതനുസരിച്ച് മാത്രം ചെയ്യുക. ഓക്കെ, അതുകൊണ്ട് പോളിഗൺ ഡെഡായി എന്ന് വിശ്വസിക്കുന്നുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിശ്വസിക്കുന്നില്ല. കാരണം അവരുടെ ടീം അത്രയും സ്ട്രോങ് ആണ്. വേണമെങ്കിൽ അവർക്ക് നല്ലൊരു കംബാക്ക് വേണമെങ്കിൽ വരാം. ഓക്കെ, അതുകൊണ്ട് വെയിറ്റ് ചെയ്യുക എന്താണ് മാർക്കറ്റ് സംഭവിക്കുന്നതെന്ന്. എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്ത് മാർക്കറ്റ് അനാലിസിസിലോട്ട് പോകാം. സൊളാന എന്ന് പറയുന്നത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ ഫോളോ ചെയ്യുക. ഓക്കെ, 100% സൊളാന എന്ന് പറയുന്നത് നിങ്ങൾ ടാർഗറ്റ് ചെയ്യേണ്ട ഒരു പ്രോജക്റ്റാണ്. കാരണം ഞാൻ അത് $10 താഴെ $7 വന്ന ടൈമിങ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു 5 എണ്ണം അല്ലെങ്കിൽ 10 എണ്ണമെങ്കിലും ബൈ ചെയ്ത് വെക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പ്രൈസ് അതിനുശേഷം നമ്മുടെ സൊളാനയുടെ പ്രൈസ് എന്ന് പറയുന്നത് $300 വരെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. സൊളാനയെക്കുറിച്ച് സ്പെഷ്യലായിട്ട് ഞാൻ അല്ലാതെ ഒരു വീഡിയോ ചെയ്ത് തരുന്നതായിരിക്കും. സൊളാന എത്ര വരെ പോകും, അതിനെക്കുറിച്ച് മൊത്തം A to Z ആയിട്ടുള്ള അതിൻ്റെ ടെക്നിക്കൽ സൈഡിനുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ സ്പെഷ്യലായിട്ട് ഞാൻ ചെയ്തു തരുന്നതായിരിക്കും. ടെക്നിക്കൽ സൈഡ് ഞാൻ പറയാത്തത് ഒരു പ്രോജക്റ്റിൻ്റെ പ്രൈസ് മാത്രം പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഫുള്ള് ബോറായിരിക്കും. കാരണം അതിൻ്റെ ആവശ്യം നമുക്കില്ല. നമുക്ക് ഏതാണോ നല്ല പ്രോജക്റ്റ്, എത്രയാണോ ബെസ്റ്റ് ബൈ പ്രൈസ് റേഞ്ച്, എത്ര വരെ പോകാൻ സാധ്യതയുണ്ട്, മാർക്കറ്റിൻ്റെ കണ്ടീഷൻ, അത് മാത്രം പറഞ്ഞാൽ മതി. വേണമെങ്കിൽ ഞാൻ പ്രൈവറ്റായിട്ട് വേണമെങ്കിൽ ധാരാളം വേണമെങ്കിൽ ടെക്നിക്കലായിട്ടുള്ള വീഡിയോസ് വേണമെങ്കിൽ ഞാൻ ചെയ്തിടുന്നതായിരിക്കും. താല്പര്യമുള്ളവർ പോയിട്ട് വേണമെങ്കിൽ വാച്ച് ചെയ്യുക.